ഹിരോഷിമയും നാഗസാക്കിയും കൊണ്ട് മനുഷ്യരാശി എന്ത് പഠിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും പഠിച്ചില്ല എന്ന് തന്നെയാണ് അതിന്റെ ഉത്തരം. 1000 ഒറിഗാമി കൊറ്റികൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിന്റെ അസുഖമെല്ലാം മാറും, പുതിയൊരു ജീവിതം കിട്ടും എന്ന് പറഞ്ഞ സുഹൃത്തിന്റെ വാക്ക് കേട്ട് ആശുപത്രി കിടക്കയിലിരുന്ന് കൊറ്റികൾ ഉണ്ടാക്കി തുടങ്ങി അവസാനം അത് 1000 എണ്ണം പൂർത്തിയാക്കാതെ പോയ ഒരു 12 വയസ്സുകാരി സഡാക്കോ സസാക്കി. വേൾഡ് വാർ 2 ജപ്പാന്റെ സറണ്ടർ ആവശ്യപ്പെട്ട് അമേരിക്ക 1945 ഓഗസ്റ്റ് 6 ഹിരോഷിമയിൽ ലിറ്റിൽ ബോയ് എന്ന് പറയുന്ന ന്യൂക്ലിയർ ബോംബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ന്യൂക്ലിയർ ബോംബിൽ നിന്ന് രക്ഷപ്പെട്ട കുട്ടിയാണ് സഡാക്കോ സസാക്കി. കുറച്ചു ദിവസം കഴിഞ്ഞ് ഓഗസ്റ്റ് 9 നാഗസാക്കിയിൽ ഇട്ടു ഫാറ്റ് മാൻ എന്ന് പറയുന്ന ഒരു അണുബോംബ്. രണ്ടിലും കൂടെ പൊലിഞ്ഞത് 2 ലക്ഷത്തിലേറെ മനുഷ്യജീവനുകൾ. Trying to persuade Prince that he should do his duty, and to impress him, takes on his multi-armed form and says, "Now I am become death, the destroyer of worlds." ടോപ്പ് സീക്രട്ടായി നടന്നിരുന്ന മാൻഹാറ്റൻ പ്രൊജക്ടിന്റെ ഭാഗമായി ന്യൂക്ലിയർ ബോംബിന്റെ കണ്ടുപിടുത്തത്തെ തുടർന്ന് റോബർട്ട് ഓപ്പൺഹൈമർ ഭഗവത്ഗീതയിൽ നിന്ന് കടമെടുത്ത് പറഞ്ഞ വാക്കുകളാണിത്. ഇത്രത്തോളം ഭയപ്പെടുത്താൻ എന്താണ് ന്യൂക്ലിയർ ബോംബിലുള്ളത്? 3 സ്റ്റെപ്പിൽ നടക്കുന്ന സിമ്പിൾ പ്രോസസ്, പക്ഷേ റിസൾട്ടോ ചിന്തിക്കുന്നതിന്റെയും അപ്പുറം. യുറേനിയം, പ്ലൂട്ടോണിയം പോലെയുള്ള ഹെവി ആറ്റംസ് എടുത്ത് അതിനെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുന്ന സമയം നമുക്ക് മാസീവ് എനർജിയും അതുപോലെ തന്നെ 2-3 ന്യൂട്രോണും അധികം കിട്ടും. ഈ 2-3 അധികം കിട്ടുന്ന ന്യൂട്രോൺ അതേസമയം മറ്റ് ആറ്റത്തിൽ പോയി ഇടിച്ച് സ്പ്ലിറ്റ് ആവുന്നു. സൈമൾട്ടേനിയസ്ലി ഒരുപാട് ആറ്റംസ് ഇതേപോലെ സ്പ്ലിറ്റ് ആവുമ്പോൾ നമ്മൾ വിചാരിക്കുന്നതിന്റെയും അപ്പുറമായിട്ടുള്ള മാസീവ് എനർജി റിലീസ് ആവും. അങ്ങനെയാണ് ഒരു ആറ്റം ബോംബ് വർക്ക് ചെയ്യുക. അതിന്റെ ഫ്രണ്ടിൽ പെട്ട് കഴിഞ്ഞാൽ മില്ലി സെക്കൻഡ് കൊണ്ട് നമ്മുടെ ബോഡി, ബോൺസ്, ഹാർഡസ്റ്റ് പാർട്ടായ ടീത്ത് അടക്കം വേപ്പറായി പോകും. 2 ലക്ഷത്തിലധികം മനുഷ്യജീവനുകൾ, ഒരുപാട് ആൾക്കാരുടെ സന്തോഷം, സങ്കടം, കുടുംബം, സമ്പാദ്യം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാക്കിയ ഒരു യുദ്ധം. ഈ ഹിരോഷിമയും നാഗസാക്കിയും ലിറ്റിൽ ബോയും ഫാറ്റ്മാനും കൊണ്ട് മനുഷ്യരാശി എന്ത് പഠിച്ചു? ഒന്നും പഠിച്ചില്ല എന്ന് തന്നെയാണ് ഉത്തരം. അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യവും.